അവരുടെ വീട്ടില കോട്ടയം പോലും ആയിട്ടില്ല. എന്നാൽ അമ്മച്ചിയുടെ വീട്ടിൽ അടുക്കള പണിയുന്നൊരു സ്ത്രീയുണ്ട്. പക്ഷെ അവർ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. ദൈവം കാണിച്ചു കൊടുത്തു, അവരുടെ വീട് പൂർത്തീകരണം കഴിഞ്ഞു. എന്താ പറയുന്നത്? അവരുടെ വീട് പൂർത്തീകരണം കഴിഞ്ഞു. പക്ഷെ ഇവിടെ കോടീശ്വരൻ എന്ന് പറഞ്ഞ ആളുടെ വീട് പൂർത്തീകരണം നടന്നില്ല. വീടില്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആമേൻ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ നിനക്ക് വീടുണ്ടെന്ന് നീ ഉറപ്പ് വരുത്തണം. ആ ഉറപ്പ് ദൈവമായിട്ടുള്ള ബന്ധമാണ്. സ്വന്തം ദൈവമായിട്ടുള്ള നിന്റെ ബന്ധമാണ്. സ്വർഗത്തിൽ നിനക്ക് വീടുണ്ടെന്ന് പറയുന്നു. സ്വന്തം അലക്സാണ്ടർ ഒന്നും കൊണ്ടുപോയില്ല. പക്ഷെ ഇവിടെ ബൈബിൾ വായിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തില് നിനക്ക് ഉറപ്പുണ്ട്. എന്ത് കൊണ്ടുപോകുന്നു? ആത്മാവിനെ കൊണ്ടുപോകും. അലക്സാണ്ടർ ആത്മാവിനെ കൊണ്ടുപോയില്ല. കോടീശ്വരന ചക്രവർത്തിയ അവൻ രക്ഷിക്കപ്പെട്ടില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല. പാപം മോചിക്കപ്പെട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച് പാപങ്ങളുടെ മോചനത്തിനായി കർത്താവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉറപ്പുണ്ടെന്ന് നിനക്ക് അവൻ ഇന്നും മരിച്ചാൽ ഞാൻ നിത്യതയിൽ പോകുമെന്ന് എന്റെ ആത്മാവുണ്ടെന്ന് ആ ഉറപ്പാണ് നമ്മുടെ പ്രത്യാശ. പണ്ട് ഞങ്ങളുടെ ഒരു അമ്മച്ചിയുണ്ട്. ഞാൻ ചില അമ്മച്ചിമാരുടെ അറിയില്ല പാസ്പോർട്ട് ലഭ്യമെന്നൊക്കെ ചോദിക്കും. അമ്മച്ചിമാർക്ക് ചിലർക്ക് ദേഷ്യം വരും. ചില അമ്മച്ചിമാർക്ക് സമയ പാട്ട് കേട്ട ഭയങ്കര പേടിയാണ്. എടാ വേറെ ഏതെങ്കിലും പാട്ട് പാടുക, മറ്റേ നമ്മുടെ കാർത്തിക് പാടുന്ന പോലെ അഴകാനെ കണ്ടില്ല, അതൊക്കെ കേട്ടാ നല്ല നോക്കും. പിന്നെ സമയം പാടുമ്പോൾ പേടി, നല്ല ചത്തുപോകുന്നുള്ള പേടി. ഇനി ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. മരണത്തെ ഭയമില്ലാത്തൊരൊറ്റ കൂട്ടരേ ഉള്ളൂ, അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. മരണത്തെ നന്നായിട്ട് വെൽക്കം ചെയ്ത, മരണത്തെ സ്വാഗതം ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്ത ഒരുവരേ ഉള്ളൂ, അത് ദൈവത്തിന്റെ മക്കളാണ്. സ്വന്തം